ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCRTയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള എക്കണോമിക്സ് ചാപ്റ്റേഴ്സ് ആണ്. നമുക്കറിയാം 5 മാർക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു 70-75% മാർക്കെങ്കിലും നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിന്നും ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. സോ എല്ലാവർക്കും വെൽക്കം ടു നിഷ്ഠ PSC. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3 മേഖലകളാക്കി തിരിച്ച കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖല. 3 മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് നമ്മൾ പ്രാഥമിക മേഖലകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇവയിൽ കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഓക്കെ, ഇവയ്ക്ക് കൃഷിയിൽ എന്താണ് പ്രാഥമിക മേഖലയിൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ കാർഷിക മേഖല എന്നുകൂടി പറയാറുണ്ട്. ഇനി അടുത്തതാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ദ്വിതീയ മേഖല. ആ ഒരു മേഖലയെ നമ്മൾ എന്ത് പറയുന്നു? ദ്വിതീയ മേഖല എന്ന് പറയുന്നു. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ നമ്മൾ എന്തും കൂടി പറയുന്നുണ്ട്? വ്യാവസായിക മേഖല എന്നുകൂടി പറയുന്നുണ്ട്. ഇനി പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളും ചേർന്നിട്ടുള്ളതാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. മെയിനായിട്ടും സേവനങ്ങളായിട്ട് ഫോക്കസ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തെന്നും കൂടി പറയാൻ പറ്റും? സേവന മേഖല എന്നുകൂടി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഇത് ചിലപ്പോൾ എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. ഇനി ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു കാര്യം വർഗീകരിച്ചിട്ടുള്ളത് അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ഓർത്തിരിക്കുക, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് വരുന്നത് എന്നുള്ളത് വർഗീകരിക്കുന്നത്. ആൻഡ് ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്താണ് ചെയ്യുന്നത്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ പ്രധാന ചുമതലകൾ സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നുണ്ട്. ഓക്കെ, സ്ഥിതിവിവര കണക്കുകൾ, സെൻസസും കാര്യങ്ങളൊക്കെ സംയോജിപ്പിക്കുന്നതും വിശകലനം ചെയ്യുന്നതും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. എല്ലാ മേഖലകളിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഇവർ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നതും ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ ഭക്ഷ്യസുരക്ഷയെ കുറിച്ചിട്ട് ഒരു ഡെഫിനേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യപരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാണ് ഭക്ഷ്യസുരക്ഷ എന്നാണ് എല്ലാ ജനങ്ങൾക്കും എക്കാലത്തും സജീവവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രാപ്തിയാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത നമ്മൾ മാറിപ്പോയത്. ഭക്ഷ്യസുരക്ഷ ഇതാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നാൽ എന്താണ്? ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. അതായത് ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം നമുക്കറിയാം. പണ്ട് കാലം മുതൽ തന്നെ പലതരത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമുണ്ട്. അതിൽ സർക്കാർ പദ്ധതികളുണ്ട്, സർക്കാർ പരിപാടികളുമുണ്ട്. സർക്കാർ പദ്ധതികളാണ് അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന, എക്സെട്ര കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ജസ്റ്റ് ഈ ഒരു 4 കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി സർക്കാർ പരിപാടികൾ നോക്കുകയാണെങ്കിൽ സംയോജിത ശിശു വികസന പരിപാടി അഥവാ ICDS എന്ന് നമ്മൾ പറയാറുണ്ട്. 1975 വന്നിട്ടുള്ള ICDS, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എല്ലാം തന്നെ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള സർക്കാർ പരിപാടികളാണ്. ഈ ഒരു ബോക്സിലെ കാര്യങ്ങൾ ഓഡ് വൺ ഔട്ട് പോലെയൊക്കെ ചിലപ്പം ചോദിക്കാവുന്നതാണ്. ഇതിലൊരു 3-4 കൊടുത്തിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളെയും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ ഏതാണ് ഇതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ച് വരാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക.
ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്വർണ്ണ ജയന്തി ഷെഹറി റോസ്ഗാർ യോജന എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. നഗരങ്ങളിലെ തൊഴിൽരഹിതർക്ക് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വർണ്ണ ജയന്തി ഷെഹറി റോസ്ഗാർ യോജന എന്ന് പറയുന്നത്. ഇനി ഉച്ചഭക്ഷണ പരിപാടിയാണെങ്കിലോ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ്. പോഷകമൂല്യമുള്ള ആഹാരം സ്കൂളിലൂടെ കൊടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഉച്ചഭക്ഷണ പരിപാടി എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 8ാം ക്ലാസ് വരെയാണ് ഇത് കൊടുക്കുന്നത്. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ത് വേണ്ടിയിട്ടാണ്? സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത്. ആൻഡ് ഇവർക്ക് എങ്ങനെയാണ് സഹായം കൊടുക്കുന്നത്? ബാങ്ക് വായ്പയിലൂടെയും അതുപോലെ തന്നെ സബ്സിഡിയിലൂടെയൊക്കെയാണ് ഇവർക്ക് പണമായിട്ട് എല്ലാ കാര്യങ്ങളും സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു സംയോജിത ശിശു വികസന പരിപാടി അഥവാ ICDS എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നത് അംഗനവാടികൾ മുഖേനയാണ്. ICDS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അംഗനവാടികൾ മുഖേനയാണ് ICDSലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്കാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എല്ലാം തന്നെ കിട്ടുന്നത്. ആൻഡ് ഇവർക്ക് നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നുണ്ട്. ഓർത്തിരിക്കട്ടോ, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്ന 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ അംഗനവാടി മുഖേന നടപ്പിലാക്കുന്ന ഒന്നാണ് ICDS എന്ന് പറയുന്നത്. വന്ന വർഷം 1975 ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് അന്നപൂർണ എന്ന് പറയുന്നത്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് അന്നപൂർണ എന്ന് പറയുന്നത്. മാസം 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന ഒന്നാണ് അന്നപൂർണ. ഇനി അന്ത്യോദയ അന്ന യോജന നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക്, അതായത് BPL വിഭാഗത്തിൽ പെടുന്ന കുടുംബങ്ങൾക്ക് മാസം 35 കിലോ അരി 3 രൂപയ്ക്കും 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ അത് 35 കിലോ 2 രൂപയ്ക്കും വീതം ലഭ്യമാക്കുന്ന ഒരു കാര്യമാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആർക്കാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? BPL വിഭാഗക്കാർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. ഇനി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18 വയസ്സ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കണം. നിലവിൽ മാർച്ച് 2024 എല്ലാം പ്രകാരം കേരളത്തിൽ നമ്മളുടെ MGNREGPയുടെ വേജ് എന്ന് പറയുന്നത് 346 രൂപയാണ്. പെർ ഡേ 346 രൂപയാണ്. ഏറ്റവും കൂടുതൽ വേജസ് കൊടുക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. 374 രൂപയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത്. ഇത് ആക്ച്വലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് മാർച്ചിലെ ഡേറ്റ പ്രകാരമാണ് ഈ ഒരു എമൗണ്ട് എല്ലാം വരുന്നത്. ഇനി ഈ ഒരു കാര്യത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗുണഭോക്താക്കളിൽ 1/3 എന്ന് പറയുന്നത് സ്ത്രീകളായിരിക്കും. ഓക്കെ, MGNREGPയിൽ എങ്ങനെയാണ്? ഗുണഭോക്താക്കളിൽ 1/3 എന്തായിരിക്കും? അത് സ്ത്രീകളായിരിക്കും. ഇവിടെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിനെ കുറിച്ച്, ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. 2013 അംഗീകരിച്ചിട്ടുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ഓക്കെ, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് എന്താണ്? സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക എന്നത് ഈ ഒരു ആക്ടിന്റെ പ്രത്യേകതയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ്. അപ്പൊ എന്താണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത് പൗരന്റെ നിയമപരമായിട്ടുള്ള അവകാശം കൂടിയാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവരുടെ കുറച്ച് പോളിസീസും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അത് ആഡം സ്മിത്ത് ആണ്. ഇദ്ദേഹത്തിന്റെ വർഷം അടക്കം പഠിച്ചിരിക്കണം. 1723 to 1790 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആൻഡ് ഇനി ആഡം സ്മിത്തിന്റെ കാര്യങ്ങളൊക്കെയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ പല പ്രാവശ്യമായിട്ട് എക്കണോമിക്സിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായിട്ടുള്ള അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് നമ്മുടെ ആഡം സ്മിത്തിന്റെ ബുക്കാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ആണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്.
സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആശയമാണ് ലൈസസ് ഫെയർ തിയറി അഥവാ ലൈസസ് ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത്. പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ലൈസസ് ഫെയർ സിദ്ധാന്തം ആരുടെയാണ്, അതേപോലെ തന്നെ ഈ ഒരു കാര്യം കൊടുത്തിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് പറയുന്ന ആ ഒരു തിയറി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈസസ് ഫെയർ തിയറിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആരാണ് അത്? ആഡം സ്മിത്ത് ആണ്. ആളുടെ കാലഘട്ടവും നോക്കിയിരിക്കുക. അടുത്തത് കാൾ മാക്സ് ആണ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് കാൾ മാക്സ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരു സോഷ്യലിസ്റ്റ് കോൺസെപ്റ്റ് ആയിരുന്നു എപ്പോഴും കാൾ മാക്സിന് ഉണ്ടായിരുന്നത്. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം ആണ് ഉൽപ്പന്നത്തിന്റെ വില. ഓക്കെ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ്? തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപ്പന്നത്തിന്റെ വില എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രമേ തൊഴിലാളികൾക്ക് പ്രതിഫലമായിട്ട് ലഭിക്കുന്നുള്ളൂ. ബാക്കിയുള്ള മേജർ പോർഷനും മുതലാളികളെ ലാഭമാക്കി മാറ്റുകയാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു ലാഭത്തിനെയാണ് അവർ മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. സർപ്ലസ് വാല്യൂ എന്ന ഒരു ടേം കോയിൻ ചെയ്തത് ആരാണ്? അത് കാൾ മാക്സ് ആണെന്നത് ഓർത്തിരിക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം കാൾ മാക്സിൻ്റെ എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ പങ്കാളിത്ത ഉൽപാദന പ്രക്രിയയിലാണ് അതിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉൽപാദനത്തിന്റെ വില എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ്. മിച്ചമൂല്യം അഥവാ സർപ്ലസ് വാല്യൂ എന്ന ഒരു ടേം അദ്ദേഹം കോയിൻ ചെയ്തു. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് മൂലധനം എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ കാൾ മാക്സിനൊക്കെ ശേഷം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മനുഷ്യക്ഷേമത്തിനായിരുന്നു. ഓക്കെ, മനുഷ്യക്ഷേമത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആര്? അതാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടെയാണ്? അത് ആൽഫ്രഡ് മാർഷലിന്റെ ആണ്. ഇനി വെൽത്ത് ഓഫ് നേഷൻസ് ആണെങ്കിലോ വെൽത്ത് ഓഫ് നേഷൻസ് വരുന്നത് അത് നമ്മളുടെ ആഡം സ്മിത്തിൻ്റെതാണ്. വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ് എന്ന് പറഞ്ഞത്. ആൻഡ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണ് എന്ന് ലയണൽ റോബിൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ എന്ത് വേണം? നമ്മൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യണം. ഏതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? അത് ലയണൽ റോബിൻസ് ആണ്. പിന്നീട് 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലൊക്കെയാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പോൾ എ സാമുവൽസൺ വരുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലം ആണെന്ന് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്തിൽ ഡിപ്പെൻഡന്റ് ആണ്? മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും അതുപോലെ തന്നെ ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണ് എന്നാണ് സാമുവൽസന്റെ വിശദീകരണം. ഈ ഒരു ബോക്സ് അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബോക്സാണ്. മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ ചോദിച്ചിട്ടുള്ള ബോക്സാണ്. ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് ആണെന്ന് പറഞ്ഞത് ആഡം സ്മിത്ത് ആണ്. ഇനി തൊഴിലാളികളുടെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാൾ മാക്സ് ആണ്. ഇനി ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു? അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മനുഷ്യക്ഷേമത്തിനായിരുന്നു. ഇനി അതിലില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായിട്ടുള്ള വിഭവങ്ങളെയും കുറിച്ച് പറഞ്ഞത് ലയണൽ റോബിൻസ് ആണ്. ഇനി പോൾ എ സാമുവൽസൺ ആണെങ്കിൽ സാമ്പത്തിക ആസൂത്രണത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള വിഭവ വിനിയോഗത്തിനെ കുറിച്ചിട്ടും ൊക്കെയാണ് പോൾ എ സാമുവൽസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് തുടക്കത്തിൽ തന്നെ വളരെ പഴയ കാലം മുതൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ചാണക്യനായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള വ്യക്തിയായിരുന്നു ചാണക്യൻ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഗധയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത് നമ്മളുടെ ഈ ഒരു ചാണക്യനായിരുന്നു. ഓർത്തിരിക്കുക കേട്ടോ, മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത് അത് ചാണക്യന്റെ പങ്കായിരുന്നു. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഏതാണ്? ചോർച്ചാ സിദ്ധാന്തം. ആൻഡ് ആ ഒരു സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതിൽ ബ്രിട്ടീഷ് ഭരണമാണെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ആൻഡ് ഈ വരുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.
ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളമൊക്കെ നൽകുക. അതായത് സമ്പത്ത് ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർന്നു പോകുന്നത് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അത് കൊണ്ടുപോയിട്ട് അത് പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇന്ത്യയിൽ കൊണ്ടുതന്നെ വലിയ വിലയിൽ കൊണ്ട് വിൽക്കുന്നത്. ഇനി ബ്രിട്ടീഷിന്റെ സാമ്രാജ്യത്വ വികസനത്തിനായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത്, ഇന്ത്യയിൽ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ എന്താണ് സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളായിട്ട് ദാദാഭായ് നവറോജി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്ര ദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പഠനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്ന് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ബ്രിട്ടീഷ് ചൂഷണവും അതുപോലെ തന്നെ പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെയാണ് ഇന്ത്യയെ തകർത്തത് എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് RC ദത്ത് അഥവാ രമേശ് ചന്ദ്ര ദത്താണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ഭാഗത്തിൽ എക്കണോമിക്സിൽ നിന്നും ഒരു കോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അധികവും ചോദിച്ചിട്ടുള്ള ഒരു കോട്ട് ഇതാണ്. മഹാത്മാഗാന്ധിയുടെ ഈ ഒരു കോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം എന്നത് ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന വിധത്തിൽ ഇത് വിതരണം ചെയ്യലാണ് മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഓർത്തിരിക്കുക. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായിട്ടുള്ള സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകമായിട്ടുള്ള ഹിന്ദ് സ്വരാജിലാണ്. 1909 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ആൻഡ് ആ ഒരു ബുക്കിലാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതായിരുന്നു. ഓർത്തിരിക്കുക, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ് മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ആശയങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ആശയത്തെ നമ്മൾ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നു. ഓക്കെ, ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? അത് മഹാത്മാഗാന്ധി ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിലായിരിക്കണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രസ്റ്റിഷിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം മുതലാളികൾ എന്ത് ചെയ്യണം? ഉടമസ്ഥാവകാശം പരിത്യജിക്കണം. അവർ കൈവശം വയ്ക്കുന്ന സമ്പത്ത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ട്രസ്റ്റി ആണെങ്കിൽ എന്താണ്? പൊതുജനങ്ങളല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു അനന്തരാവകാശികളും പാടുള്ളതല്ല. ഇനി ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് എപ്പോഴും വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, മറിച്ച് എന്താണ്? സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കും. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളൊക്കെ കാരണം സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള മറ്റു പ്രമുഖരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് JC കുമരപ്പ, ശ്രീറാം നാരായൺ, അതുപോലെ തന്നെ ധരംപാൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഓർത്തിരിക്കുക. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? അത് JC കുമരപ്പയും ശ്രീമൻ നാരായണും ധരംപാലൊക്കെയാണ്. ഇനി നമ്മൾക്ക് അറിയപ്പെടുന്ന വേറൊരു എക്കണോമിസ്റ്റ് ആണ് അമർത്യാസെൻ എന്ന് പറയുന്നത്. അമർത്യാസെനെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു വർഷം 1998 98 അദ്ദേഹത്തിന് നോബൽ സമ്മാൻ ലഭിക്കുന്നത്. ആൻഡ് അദ്ദേഹം മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരുന്ന റീജൺസ് എന്ന് പറയുന്നത് മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, അതുപോലെ തന്നെ വികസനമാണ്. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അമർത്യാസെൻ ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം മെയിനായിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിന്റെ അപാകതയെ കുറിച്ചിട്ട് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ദാരിദ്ര്യം അടുത്ത ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിൽ തന്നെയുള്ള ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ ബ്രിട്ടീഷ് ചൂഷണവും എങ്ങനെ തരണം ചെയ്യണം എന്നത് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന INC സമ്മേളനം എന്ന് പറയുന്നത് അത് 1931 കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനമാണ്. ആൻഡ് ആ ഒരു സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ തുടർന്നാണ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വരുന്നത്. ഈ ഒരു ഡേറ്റും കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. 1938 ദേശീയ ആസൂത്രണ സമിതി അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവരുന്നു. ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. പിന്നീടാണ് 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കുന്നത്.
ആൻഡ് ആ പദ്ധതിയുടെ പേരാണ് ബോംബെ പ്ലാൻ അഥവാ ബോംബെ പദ്ധതി എന്ന് പറയുന്നത്. വർഷം 1944. ഇനി ഇനി വേറൊരു പദ്ധതി എന്ന് പറയുന്നതാണ് ജനകീയ പദ്ധതി. ആൻഡ് ഈ ഒരു ജനകീയ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് MN റോയ് ആണ്. ജനകീയ പദ്ധതി ആരുടെയാണ്? MN റോയിയുടെയാണ്. ഇന്ത്യയുടെ ആസൂത്രണ ആവശ്യങ്ങൾക്ക് കരുത്തേകിയ ഒന്നാണ് ഈ ഒരു ജനകീയ പദ്ധതി എന്ന് പറയുന്നത്. പിന്നീട് 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയിട്ടുണ്ട്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തി ആരാണ്? അത് വിശ്വേശ്വരയ്യാണ്. അത് അദ്ദേഹത്തിനെ നമ്മൾ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? തുല്യത, വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. അങ്ങനെ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് സാമ്പത്തിക ആസൂത്രണത്തിനുള്ളത്. ആൻഡ് അത് പിന്നീട് ഇത് എന്തൊക്കെയാണ്? ഗ്രോത്ത് എന്താണ്, ആധുനികവൽക്കരണം എന്താണ്, അതുപോലെയുള്ള കാര്യങ്ങൾ, സ്വാശ്രയത്വം എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പിന്നീട് പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് എടുത്ത് വെച്ച് വായിച്ചു നോക്കുക കേട്ടോ. കുറെ ഒത്തിരി പറയുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ഓരോ സെന്റൻസ് ഒക്കെ ആയിട്ടൊക്കെ ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. തുല്യത എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷന് രൂപം നൽകുന്നത്. ആൻഡ് ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും അത് പ്രധാനമന്ത്രി ആയിരിക്കും. ആൻഡ് അവിടെ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിശ്ചയിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്നതാണ് ഈ ഒരു ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആസൂത്രണ കമ്മീഷൻ എന്നുള്ള ആ ഒരു മാതൃക, ആ ഒരു ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ഏത് രാജ്യത്ത് നിന്നാണ്? അത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. എങ്ങനെയാണോ സോവിയറ്റ് യൂണിയൻ നൽകിയത് അതുപോലെയല്ല നമ്മൾക്ക് ഇന്ത്യക്ക് പറ്റുന്ന രീതിയിൽ അതിൽ മോൾഡൊക്കെ ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യയിൽ നമ്മളത് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നത്. പഞ്ചവത്സര പദ്ധതികളാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. ഓക്കെ. പഞ്ചവത്സര പദ്ധതികളായാണ് എന്ത് ചെയ്യുന്നത്? ആസൂത്രണ കമ്മീഷൻ പദ്ധതികളൊക്കെ തന്നെ വിഭാവനം ചെയ്യുന്നത്. അപ്പം എന്താണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്? ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. ഓക്കെ. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കോട്ടാണ് ഇത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം ആക്ച്വലി ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇത്. പദ്ധതി, കാലയളവ്, അതുപോലെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ വർഷവും എല്ലാ എക്സാമിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓരോ പദ്ധതികളും അതിൻ്റെ കാലയളവും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും ഇതിൽ നിന്ന് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. മെയിനായിട്ടും 11, 12 പഠിച്ചിരിക്കുക. അതുപോലെ തന്നെയുള്ളതാണ് 5, 5ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ 1ഉം 2ഉം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിരിക്കുക. ഒന്ന് കുറച്ച് നന്നായിട്ട് നോക്കിയിരിക്കുക. ഇനി പ്രാദേശിക വികസനം സാധ്യമാക്കുന്നതിനായിട്ട് ഇന്ത്യയിലുള്ളത് ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. അതാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കുക. ഗ്രാമപഞ്ചായത്ത് എന്താണ്? പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ടൻസ് വാർഡാണ്. വാർഡിലാണ് ഗ്രാമസഭകൾ നടക്കുന്നത്. ആൻഡ് ഇവിടെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക് സമർപ്പിക്കുന്നു? ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നത് എന്താണ്? ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓക്കെ. അവിടെ ഇവർ വിശകലനങ്ങളൊക്കെ ചെയ്ത ശേഷം ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവർ അടുത്ത സെക്ഷനിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് അവർ ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ജില്ലാ പഞ്ചായത്തിൽ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റിയാണ് അംഗീകാരം കൊടുക്കുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം. ആരാണ് അംഗീകാരം ഈ പദ്ധതികൾക്ക് കൊടുക്കുന്നത്? അത് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റിയാണ് കൊടുക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിന് ആൻഡ് ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ പ്ലാനിംഗ് കമ്മിറ്റി ഈ ഒരു കാര്യം, ഈ പദ്ധതി അവർ കൈമാറുകയാണ് ചെയ്യുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്. ഓക്കെ. ആ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ആസൂത്രണ കമ്മീഷൻ 2014 വരെയാണ് ആസൂത്രണ കമ്മീഷൻ നിലവിലുണ്ടായിരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ളത് 2015 ജനുവരി 1 മുതൽ വന്നിട്ടുള്ളതാണ്. ആസൂത്രണ കമ്മീഷൻ പകരമായിട്ട് വന്നിട്ടുള്ളതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കാറുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ, അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് ഇന്ത്യ, ട്രാൻസ്ലേറ്റിംഗ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നോക്കുക. ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് നീതി ആയോഗ്
ആയോഗ് എന്ന് പറയുന്നത്. ആൻഡ് ആസൂത്രണ കമ്മീഷൻ പോലെ തന്നെ ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രി തന്നെയാണ്. ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും ഉണ്ട്. ഓക്കെ, ഭരണസമിതിയിൽ ആരൊക്കെയാണുള്ളത്? എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണേഴ്സ് ഉണ്ട്, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷനൊക്കെ തന്നെ സ്ഥിരാംഗങ്ങളായിട്ട് വരുന്നുണ്ട്. ആൻഡ് പിന്നീട് 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൌദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, 2 പാർട്ട് ടൈം അംഗങ്ങളുണ്ട്, 4 അനൌദ്യോഗിക അംഗങ്ങളുണ്ട്, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇതിലുണ്ട്, നീതി ആയോഗിൽ ഉണ്ട്. നിലവിൽ നമ്മളുടെ നീതി ആയോഗിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ഇനി വൈസ് ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ അത് സുമൻ ബേരിയും അതുപോലെ തന്നെ CEO ആണെങ്കിൽ അത് BVR സുബ്രഹ്മണ്യമാണ്. ഓർത്തിരിക്കുക, ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആയാലും ചോദിക്കാനുള്ള കാര്യങ്ങളാണ്. വൈസ് ചെയർമാൻ സുമൻ ബേരി, അതുപോലെ തന്നെ CEO ആരാണ്? അത് BVR സുബ്രഹ്മണ്യമാണ്. ഇനി പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് നമ്മൾ താൽക്കാലിക അംഗങ്ങളായിട്ട് നീതി ആയോഗിൽ കാണുന്നത്. എവിടെയാണ് താൽക്കാലിക അംഗങ്ങൾ? ആരൊക്കെയാണ്? പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് വരുന്നത്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൌദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ഈ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പെട്ടി പഠിക്കാതെ നീതി ആയോഗ് നമ്മൾ പോകരുത്. നീതി ആയോഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മളൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് നോക്കിയേക്കാം കേട്ടോ. ഇനി നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഓക്കെ, സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. സർക്കാർ പങ്കാളിത്തം വ്യവസായ മേഖലയിൽ കുറയ്ക്കുക, കാർഷിക മേഖലയിൽ എന്താണ്? മിശ്ര കാർഷിക ഉൽപാദനത്തിന് പുരോഗതിയിലേക്ക് എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രബല മധ്യവർഗത്തെ, ഇവിടെ ഇമ്പോർട്ടൻസ് മധ്യവർഗത്തിനാണ്. ഇനി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തപ്പെടുത്തുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം എന്താണ് ദേശീയ വരുമാനം? ഈ ചാപ്റ്ററിന് ഒത്തിരി ക്വസ്റ്റ്യൻസ്, കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്, അതായത് ഡിഗ്രി ലെവൽ ടൈപ്പ് എക്സാംസിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പം എന്താണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്? ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായിട്ട് ലഭിക്കുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും 3 മേഖലകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഏതൊക്കെയാണ് ആ 3 മേഖലകൾ? കാർഷിക മേഖല, വ്യവസായ മേഖല, അതുപോലെ തന്നെ സേവന മേഖല. ഈ ഒരു 3 മേഖലകളിൽ നിന്നാണ് എന്ത് മെയിനായിട്ട് നമുക്ക് ലഭിക്കുന്നത്? ദേശീയ വരുമാനം മെയിനായിട്ട് നമുക്ക് ലഭിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്. കാർഷിക മേഖലയിൽ എത്ര സംഭാവന നമുക്ക് ലഭിച്ചു, വ്യവസായ മേഖലയിൽ നിന്ന് എത്ര ലഭിച്ചു, സേവനത്തിൽ നിന്ന് എങ്ങനെ ലഭിച്ചു, അങ്ങനെ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതുകൂടാതെ എന്താണ്? സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ, ചില ഭാഗങ്ങളിൽ കുറവുകൾ ഉണ്ടാവും. അപ്പോൾ ആ കുറവുകൾ നികത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തുകൊണ്ട് കുറവുകൾ വന്നു എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സമ്പദ് വ്യവസ്ഥയിലെ ഈ ഒരു ദേശീയ വരുമാനം കണക്കാക്കുന്നത്. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതുപോലെ തന്നെ നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ഈ ഒരു പോയിന്റ് നിങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടി ദേശീയ വരുമാനം കണക്കാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദേശീയ വരുമാനം പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് GDP, GNP, അതുപോലെ തന്നെ NNP എന്നൊക്കെ പറയുന്നത്. അപ്പം ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ GNP എന്താണ്? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഓക്കെ, എന്താണ്? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് കണക്കാക്കുന്നത് എന്ന് പറയുന്നുണ്ട്.
ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ഓക്കെ, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് എന്ത് കണക്കാക്കുന്നത്? GNP കണക്കാക്കുന്നത്. അടുത്തതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP എന്ന് പറയുന്നത്. GDP എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുന്നുണ്ട്, അവിടെ തന്നെ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന് അകത്ത്, അതായത് രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് നമ്മൾ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഡൊമസ്റ്റിക് ആനിമൽസ്, നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡൊമസ്റ്റിക് ആനിമൽസ്, വൈൽഡ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഡൊമസ്റ്റിക് ആനിമൽസ് ക്യാറ്റ്, ഡോഗ് പോലത്തെയൊക്കെ ഡൊമസ്റ്റിക് ആനിമൽസ്, അതൊക്കെ എന്താണ് വീട്ടിനുള്ളിൽ വളർത്തുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ വരുന്നത്. ആൻഡ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവയൊന്നും തന്നെ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഓക്കെ, ഇത് ഉൾപ്പെടുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനനുസരിച്ച് എങ്ങനെയാണ് വരുമാനം കണ്ടെത്തുക, അതാണ് ഈ ഒരു മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ പറയുന്നത്. ഇനി അറ്റ ദേശീയ ഉൽപ്പന്നമാണെങ്കിൽ എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാക്കുന്നതിനെയാണ് നമ്മൾ അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ NNP എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, ഓരോ കാര്യങ്ങളും യന്ത്ര സാമഗ്രികൾ, സാധനങ്ങളൊക്കെ തന്നെ കുറെ കാലം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പഴക്കം കൊണ്ട് തേയ്മാനങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ആൻഡ് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് അതിന് മീറ്റ് ചെയ്യേണ്ട ചെലവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജസ് അഥവാ തേയ്മാന ചെലവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു NNP കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാനം കണക്കാക്കണം. GNP കണക്കാക്കുമ്പോൾ എന്താണ്? NNP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. NNP കണക്കാക്കുമ്പോൾ എന്താണ്? അത് GNP മൈനസ് ഡെപ്രീസിയേഷൻ ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്തൊക്കെ രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 രീതിയിലാണ് ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുന്നത്: ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. അതായത് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അങ്ങനെ 3 രീതിയിലാണ് നമ്മളുടെ ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഉൽപാദന രീതി എന്താണ്? പ്രാഥമിക, ദ്വിതീയ ദേശീയ വരുമാനത്തിന്റെ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താൻ ഉൽപാദന രീതി സഹായകമാണ്. ഓക്കെ, ദേശീയ വരുമാനത്തിന്റെ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് നാഷണൽ ഇൻകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ, പ്രൊഡക്റ്റ് മെത്തേഡാണ്. ഇനി അടുത്തതാണ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഉൽപാദക ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം എന്ന് പറയുന്നത്. ഉൽപാദക ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വരുമാന രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ പലത് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. ഓക്കെ, പാട്ടം കിട്ടുന്നുണ്ട്, ലാൻഡിൽ നിന്ന് നമുക്ക് പാട്ടം കിട്ടുന്നുണ്ട്. ഇനി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വേതനം കിട്ടുന്നുണ്ട്, പലിശ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ലാഭം, ബിസിനസ്സിൽ നിന്ന് ലാഭങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഈ ഉള്ള എമൗണ്ട് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വരുമാന രീതി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു വരുമാന രീതിയിലെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തുകൊണ്ട് ഇത് കുറച്ചും കൂടി ആപ്റ്റാണ്? അത് ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലെ സംഭാവന വേർതിരിച്ച് അറിയാൻ ഈ ഒരു രീതിയിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അതായത് പാട്ടം എന്ന രീതിയിൽ ഇന്ത്യക്ക് എത്ര ദേശീയ വരുമാനം കിട്ടിയിട്ടുണ്ട്, ഇനി വേതനം എന്ന വഴിക്ക് നമുക്ക് എങ്ങനെ വരുമാനം കിട്ടിയിട്ടുണ്ട്, പലിശയിലൂടെ ഇന്ത്യക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് വരുമാന രീതി വളരെ നല്ലതാണ്. അടുത്തതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. ചെലവ് രീതി ആ പേരിൽ തന്നെയുണ്ട്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരുകളും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തുക വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് നമ്മൾ ചെലവ് രീതി എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി എന്ന് പറയുന്നത് അത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, അത് ഓർക്കുക. ആൻഡ് ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നീ 3 രീതികളും ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒന്ന് മാത്രമല്ല, ഇത് 3 രീതികളിലും നമ്മൾക്ക് എന്താണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കാറുണ്ട്. ഇനി
ആൻഡ് ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നതിന് ഇതില്ല, ഉറപ്പില്ല. കാരണം എന്താണ്, പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ സെൻസസ് ഒക്കെ ഇങ്ങനത്തെ ഇതുപോലത്തെ നാഷണൽ ഇൻകം ഒക്കെ കണക്കാക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താണ് നാഷണൽ ഇൻകം കണ്ടെത്തുന്നതിൽ കുറച്ച് ഡ്രോബാക്സും ചലഞ്ചസ് ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നാഷണൽ ഇൻകം കണക്കാക്കുന്നതിലേക്ക് പലതരത്തിലുള്ള മേഖലകളുടെയും കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഉള്ള ഒരു മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായിട്ട് അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് സമ്പദ്ക്രമം എന്ന തലത്തിൽ വളർന്നു വികസിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നിവയാണ് അറിവ് സമ്പദ്ക്രമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ, ഇതെല്ലാം തന്നെ അറിവ് സമ്പദ്ക്രമത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം കുറച്ച് ചാപ്റ്റേഴ്സ് എക്കണോമിക്സിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടി വലിയ ഒരു വീഡിയോ ആക്കി ഇടാതെ നമ്മൾ 2 പാർട്ടാക്കിയിട്ടാണ് ഇടുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ ഇത്രയുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.